അപ്പോ ഞാന് അവസാനത്തെ കാര്യം എന്താണ് ടി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ എസ് എന്ന് പറയുന്നത് സിമെട്രിക് അല്ല ട്രാൻസിറ്റീവ് ക്ലോഷർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതായത് ആർ എസിൽ ഉണ്ടെന്നും എസ് ട്രാൻസിറ്റീവ് ആണെന്നുള്ള കാര്യം ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് മൂന്നാമത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എസ് സ്മോളസ്റ്റ് റിലേഷൻ ആണ് എസ് സച്ച് ദാറ്റ് എസ് കണ്ടെയ്ൻസ് ആർ ആൻഡ് എസ് ഇസ് ട്രാൻസിറ്റീവ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടി എന്ന് പറയുന്ന ഒരു റിലേഷൻ എടുത്തു. ആ റിലേഷനിൽ ആറും ഉണ്ട്, ആ റിലേഷൻ ട്രാൻസിറ്റീവും ആണ് എന്നുള്ളത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എസ് ടീക്കകത്തുണ്ട്, എസ് ടീക്കകത്തുണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ ഒരു സെറ്റ് മറ്റൊരു സെറ്റിന്റെ അകത്തുണ്ട് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എസിന്റെ അകത്ത് ഒരു ആർബിട്രറി എലമെന്റ് എടുത്തു. ഓക്കെ, അപ്പോ ആ ആർബിട്രറി എലമെന്റ് ഞാൻ എന്ത് ചെയ്യാണ്? ആ ആർബിട്രറി എലമെന്റ് ടിയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അതാണ് എ ബി ബിലോങ്സ് ടു എസ്. എ ബി എസിലുണ്ടെന്ന് എടുത്തു. ഇനി എ ബി ടിയിലുണ്ടെന്ന് ഞാൻ പ്രൂവ് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് പോകുന്നത്. ശരി, അപ്പൊ ഈ സബ്സെറ്റ് എടുക്കുക എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, സബ്സെറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ട ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു ലോജിക്ക്, അതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഐശ്വര്യയോടായിരുന്നു ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നെന്ന് തോന്നുന്നു, ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പൊ ഐശ്വര്യ ഒന്ന് ശ്രദ്ധിക്കണം. ഐശ്വര്യയുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരാൻ പോവുകയാണ്, അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ ഐശ്വര്യ, ഞാൻ ഇപ്പോ ഒരു മാജിക് പെർഫോമൻസ് നടക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അതായത് എന്റെ കയ്യിൽ കാർഡ്സ് ഉണ്ട്, ഡെക്ക് ഓഫ് കാർഡ്സ് 52 കാർഡ്സ് അതെന്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അതിനുശേഷം ഐശ്വര്യയോട് ഞാനൊരു കാർഡ് ചൂസ് ചെയ്യാൻ പറഞ്ഞു. അത് ഏത് കാർഡ് വേണമെങ്കിലും ആകാം. എടുത്തു. ഐശ്വര്യ അത് എടുത്തു. അതിനുശേഷം അത് മറച്ചു പിടിച്ചിരുന്നു, എനിക്ക് കാണാതെ മറച്ചു വെച്ചിരുന്നു. ഞാൻ കറക്റ്റ് ആയിട്ട് അത് ഏത് കാർഡാണെന്ന് കണ്ടുപിടിച്ചു. അതിനർത്ഥം എനിക്ക് ഐശ്വര്യ ഏത് കാർഡ് ഐശ്വര്യ മനസ്സിൽ വിചാരിച്ചാലും അല്ലെങ്കിൽ ഏത് കാർഡ് ഐശ്വര്യ എടുത്താലും എനിക്കത് പറയാൻ പറ്റും എന്നല്ലേ? അല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? അപ്പോ ഇത് തന്നെയാണ് മാജിക് ആക്ടിവിലെ എല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യം. ഇത് ഐശ്വര്യയുടെ നെറ്റ്വർക്കിന് എന്തോ പ്രശ്നമുണ്ടോ തോന്നുന്നു, അതായിരിക്കും. ഓക്കെ, അപ്പോ മാജിക് ആക്ടിൽ ചെയ്യുന്ന ഇതേ കാര്യം തന്നെയാണ് ഞാൻ എസ്സിലും ചെയ്യുന്നത്. അതായത് എസ്സില് ഞാൻ ജസ്റ്റ് എ സെക്കൻഡ് ഓക്കെ, ശരി. അപ്പോ മാജിക് ആക്ടില് നമ്മൾ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. എസ്സില് ആർബിട്രറി ആയിട്ട് ഒരു എലമെന്റ് എടുത്തു. ആ ആർബിട്രറി എലമെന്റ് ടിയിലുണ്ടെന്ന് പ്രൂവ് ചെയ്തു. ആർബിട്രറി ആണ് കേട്ടോ, എന്റെ ചോയ്സ് അല്ല. ഓക്കെ, ആ ചോയ്സിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതുമില്ല. ആർബിട്രറി ആയിട്ട് ഒരാളെ എടുത്തു, എന്നിട്ട് അയാൾ ടിയിലുണ്ടെന്ന് എടുത്തു. അതായത് നിങ്ങൾ ആ കൂട്ടത്തിൽ ആരെ എടുത്താലും എനിക്ക് അയാൾ ടിയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ കഴിയുമെന്നാണ് അതിന്റെ ടിയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ കഴിയുമെന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അത് തന്നെയാണ് സബ്സെറ്റ് ഓഫ് എന്ന് പ്രൂവ് ചെയ്യാൻ എല്ലാ സ്ഥലത്തും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എ ബി എസ്സിലുണ്ടെന്ന് എടുത്തു. ആർബിട്രറി ആണ് കേട്ടോ, ആർബിട്രറി, അതെന്ത് വേണോ ആകാം, ആർബിട്രറി. എസിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് എസ്സിൽ ഒരു എലമെന്റ് ഉണ്ടാകണമെങ്കിൽ, എ ബി എന്ന് പറയുന്ന ഒരു എലമെന്റ് എസിന്റെ അകത്ത് ഉണ്ടാകണമെങ്കിൽ ആറിൽ ഒരു എ ബി വോക്ക് വേണം. അത് നിർബന്ധമാണ്. എ ബി വോക്ക് വേണം എന്നുള്ളത് നിർബന്ധമാണ്. ലെറ്റ് A is equal to A0, A1, A2, etc. An-1, An, which is equal to B, be the AB walk of length n in R.
എ ബി വാക്ക് ഓഫ് ലെങ്ത് n in R. ഞാൻ പറഞ്ഞു എസിന്റെ അകത്ത് എ ബി ഉണ്ടെങ്കിൽ എ ബി വാക്ക് ഒരു എ ബി വാക്ക് ആറിൽ കാണും. എ ബി വാക്ക് ആറിൽ കാണുമെന്നാണ് മീനിങ് ആണല്ലോ. അപ്പൊ A0, A1, A2 എക്സെട്ര AN-1 AN. ഓക്കെ, അയാള് ആറിൽ കാണും. അപ്പൊ നമ്മള് വോക്ക് എഴുതി വെച്ചു, വോക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇതില് ഞാൻ നോക്കുക, ഇനീഷ്യൽ പോയിന്റ് എയും ഫൈനൽ പോയിന്റ് ബിയും ആയിരിക്കും. ഞാൻ ആ ഒരു പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇനീഷ്യൽ പോയിന്റിന് A0 എന്നും ഫൈനൽ പോയിന്റിന് AN എന്നും എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. ആ ഒരു പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. A0 എന്ന് പറയുന്നത് A തന്നെയാണ്, AN എന്ന് പറയുന്നത് B തന്നെയാണ്. നമുക്ക് വോക്ക് മൊത്തത്തിലൊന്ന് പാറ്റേൺ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. പാറ്റേൺ മുഴുവനാണോ ബി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? പാറ്റേൺ മുഴുവനല്ല, ഈ ആദ്യത്തെ ആളുണ്ടല്ലേ A0ന് A എന്നും കൂടെ മീനിങ് ഉണ്ട്, AN-ന് B എന്നും കൂടെ മീനിങ് ഉണ്ട്. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഞാൻ A0 ആയിട്ട് ഡിനോട്ട് ചെയ്തേക്കുന്നത് A തന്നെയാണ്, AN ആയിട്ട് ഡിനോട്ട് ചെയ്തേക്കുന്നത് B തന്നെയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്കുള്ള ആൾക്കാരെ ഞാൻ വേറെ പേര് കൊടുക്കുമ്പോഴേ അതിന് മൊത്തത്തിലൊരു പാറ്റേൺ വരണ്ടേ, അതിന് വേണ്ടിയിട്ട് മാത്രം പുതിയൊരു നെയിമിംഗ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായ? ഓക്കെ. അപ്പോ ഇതാണ് നമ്മുടെ A തൊട്ട് B വരെയുള്ള വോക്ക്, ഓറൽസ് A0 മുതൽ AN വരെയുള്ള നിങ്ങളുടെ വോക്ക് ആറിലുള്ള വോക്ക്. അതാണ് ഇങ്ങനെ ഒരു വോക്ക് ആറിലുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാലോ A0 A1 അത് ആറിൽ കാണൂലേ? നിങ്ങൾ സമ്മതിച്ചാൽ മാത്രം മുന്നോട്ട് പോവാ, സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. A0 A1 ആറിൽ ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു, ശരിയാണോ അല്ലയോ? ആർക്കും പറയാം A0 A1 ആറിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു, അത് ശരിയാണോ അല്ലയോ? കാണും, കാരണം വോക്കിന്റെ ഡെഫിനിഷൻ അതാണ്. കണക്ട് ചെയ്ത് പോകുന്നത്, അതായത് അഡ്ജസന്റ് ആയിട്ടുള്ള ആൾക്കാർ റിലേറ്റഡ് ആയിരിക്കണം. A0 A1 അഡ്ജസന്റ് ആണ്, അയാൾ റിലേറ്റഡ് ആണ്, അതിവിടെ കാണണം, ആറിൽ കാണണം. A1 A2 അഡ്ജസന്റ് ആണ്, അത് റിലേറ്റഡ് ആയിരിക്കും, അയാളും ആറിൽ കാണണം. A2 A3 അഡ്ജസന്റ് ആണ്, അയാളും റിലേറ്റഡ് ആയിരിക്കണം, അതായത് ആറിൽ കാണണം. ആൻഡ് ഫൈനലി AN-1 AN അയാളും ആറിൽ കാണണം, അപ്പൊ ദീസ് ഓൾ ബിലോങ്സ് ടു ആർ. ആറിലുള്ള വാക്കാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? അഡ്ജസന്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം റിലേറ്റഡ് ആയിരിക്കും, അതായത് അഡ്ജസന്റ് ടപ്പിൾസ് എല്ലാം ആറിൽ ഉണ്ടാകും. ഡൺ. അപ്പൊ A0 A1 A1 A2 A2 A3 എക്സെട്ര AN-1 AN ആറിലുണ്ടാവും. ഓക്കെ, ആറ് സബ്സെറ്റ് ഓഫ് ടി അല്ലേ? ടീനെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെയാണ്, ടി ബി എ റിലേഷൻ സച്ച് ദാറ്റ് ആർ സബ്സെറ്റ് ഓഫ് ടി. അതായത് ആറിൽ എന്തുണ്ടോ അതൊക്കെ ടിയിലും കാണും, ഇത്രയും ആൾക്കാർ ആറിലില്ലേ? ആറിലുണ്ട്. therefore A0 A1 A1 A2 A2 A3 etc. AN-1 AN belongs to T. ആറിലുള്ള എല്ലാ എലമെന്റ് ടിയിലുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും ആറിലുണ്ടെങ്കിലും ഉറപ്പായിട്ട് ടിയിൽ കാണും. വേണമെങ്കിൽ സൈഡിൽ എഴുതി വെക്കോ, സിൻസിന്റെ സിമ്പിൾ ആണ് കേട്ടോ, സിൻസ് ആർ സബ്സെറ്റ് ഓഫ് ടി. Okay, done. But we have T is transitive. T transitive ആണെന്നുണ്ടല്ലോ. ശരി, അപ്പോ നമുക്ക് തുടങ്ങാം. A0 A1 A1 A2 ടിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? A0 A1 A1 A2 ടിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ച് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഒന്ന് പറയുമോ? A0 A2 ആദ്യത്തെ ആളും അവസാനത്തെ ആളും ടിയിലുണ്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം.
കോമൺ ആണ്. A1 ആണ്. A0 A1 ടിയിലുണ്ട്, A1 A2 ടിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ A0 A2 ടിയിലുണ്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. A0 A1 A1 A2 belongs to T implies A0 A2 belongs to T. A0 A2 belongs to T. Done. ശരി, അപ്പൊ A0 A2 ടിയിലുണ്ടേ? ഉണ്ട്. ഞാൻ അത് എഴുതുകയാണേ. A0 A2 ടിയിലുണ്ട്. A0 A2 ടിയിലുണ്ട്. A0 A2 ടിയിലുണ്ട്. ഇനി നോക്കുക, A2 A3 ടിയിലുണ്ടല്ലോ. ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് എനിക്ക് ടിയിൽ കിട്ടിയ ആളിനെയാണ് ഞാൻ എടുത്തത്. അയാൾ ഇവിടെ മാറ്റി എഴുതി. എന്നിട്ട് ഇവർ രണ്ടുപേരെ തുടക്കത്തിൽ എടുത്തിരുന്നു, ഇവർ രണ്ടുപേരെയും. അതിനുശേഷം ഞാൻ പുതിയ ആളെ എടുക്കുകയാണേ. ഈ പുതിയ ആളെ ഞാൻ ഇനി ചൂസ് ചെയ്യാണ്. പുതിയ ആളെ ചൂസ് ചെയ്യുമ്പോൾ എന്താണ്? കോമ A2 A3, അതായത് A2 തുടങ്ങുന്ന ആളെ ഞാൻ ചൂസ് ചെയ്തു. ബിലോങ്സ് ടു ടി. എന്താണ് ഇതിന്റെ മീനിങ്? ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റിവിറ്റി വെച്ച് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ട്രാൻസിറ്റിവിറ്റി വെച്ച് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? പറഞ്ഞോ. A0 A3 belongs to T. A0 A3 belongs to T. ഇപ്പൊ നമുക്ക് A0 A3 കിട്ടിയല്ലോ. ശരി, ഞാൻ അടുത്ത A0 A3 ടിയിലുണ്ട്. അയാളെ ഞാൻ അവിടെ എത്തി, അവിടെ എഴുതി. അതിനുശേഷം നോക്കുക, A3 തുടങ്ങുന്നയാള്, ഇതിന് ശേഷമുള്ള ആളുണ്ടല്ലോ A2 A3, അടുത്ത് A3 A4 ആണല്ലോ. A3 A4 belongs to T. വീണ്ടും ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് പറയാം A0 A4 belongs to T. A0 A4 belongs to T. അപ്പൊ നമ്മൾ പ്രൊസീഡ് ചെയ്ത രീതി നോക്കുക. പ്രൊസീഡ് ചെയ്യുന്ന ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. A0 A2 belongs to T എന്ന് കിട്ടി. ആദ്യത്തെ രണ്ടുപേരെ എടുത്തപ്പോ, ഇയാളെയും അടുത്ത ആളെയും എടുത്തപ്പോ A0 A3 belongs to T എന്ന് കിട്ടി. ഇയാളെയും അടുത്ത ആളെ എടുത്തപ്പോ A0 A4 belongs to T എന്ന് കിട്ടി. നോക്ക, എല്ലായിടത്തും ലെഫ്റ്റ് സൈഡ് A0 തന്നെയാണ്. റൈറ്റ് സൈഡ് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. A2 A3 A4, അടുത്ത് A5, അടുത്ത് A6, അങ്ങനെ അവസാനം AN വരെ പോകും. നിങ്ങൾക്ക് പാറ്റേൺ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നോക്കുക, ആദ്യത്തെ രണ്ടുപേരെ എടുത്തു, ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചു, ഇയാളെ കിട്ടി. ഇനി ഇയാളെയും തൊട്ടടുത്ത ആളെ എടുത്തു, ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചു, A0 A3 കിട്ടി. ഇയാളെയും A3 A4 കൂടെ എടുത്തു, ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചു, A0 A4 കിട്ടി. അപ്പൊ ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത് സിമിലർലി we get A0 ഉണ്ട്. അവസാനത്തെ ആളുടെ വരെ പോകും. അവസാനത്തെ ആള് AN ആണ്. AN belongs to T. A0 AN belongs to T. A0 ആയിട്ട് ഞാൻ ആരെയാണ് എടുത്തിരുന്നത്? A0 ആയിട്ട് ഞാൻ എടുത്തത് ആരെയാണ്? AN ആയിട്ട് എടുത്ത ആരെയാണ്? B. That is AB belongs to T. ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. AB belongs to yes ആർബിട്രറി ആണെന്ന് എടുത്തു. ആ ആർബിട്രറി എലമെന്റ് ടിയിലുണ്ടെന്ന് പ്രൂവ് ചെയ്തു. എന്താണ്? എസില് AB എന്ന് പറയുന്നത് ആർബിട്രറി എലമെന്റ് ആണെന്ന് എടുത്തു. ആ ആർബിട്രറി എലമെന്റ് ടിയിലുണ്ടെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കണ്ടല്ലോ. Therefore yes subset of T. We are done. കണ്ടല്ലോ. അപ്പോ നമ്മുടെ എസ് എന്ന് പറയുന്ന സെറ്റ് ആറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ട്രാൻസിറ്റീവ് ആയ ഏറ്റവും ചെറിയ സെറ്റാണ്. Therefore S is the smallest transitive relation containing R.
Therefore, this is the transitive closure of transitive closure of R. Transitive closure of R. Just on the whole day. Okay. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസിറ്റീവ് ക്ലോഷറിന്റെ കാര്യം. കഴിഞ്ഞു. ഓക്കെ, അപ്പോ നമ്മുടെ ട്രാൻസിറ്റീവ് ക്ലോഷർ എന്താണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. IS ട്രാൻസിറ്റീവ് ക്ലോഷർ ആണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ റിഫ്ലക്സീവ് ക്ലോഷർ കണ്ടു, സിമെട്രിക് ക്ലോഷർ കണ്ടു, ട്രാൻസിറ്റീവ് ക്ലോഷർ കാര്യം. ഓക്കെ, ശരി. അപ്പോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈക്വലൻസ് റിലേഷൻ. പുതിയ റിലേഷൻ ആണ് ഈക്വലൻസ് റിലേഷൻ. എന്താണ് ഒരു ഈക്വലൻസ് റിലേഷൻ? ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആയിട്ട് വരുന്ന റിലേഷൻ. പ്ലസ് ടുവിൽ കേട്ടിട്ടുള്ള കാര്യമാണ്. റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. റിലേഷൻ R from A is an equivalence relation. If it is symmetric, symmetric and reflexive, symmetric and transitive. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു റിലേഷൻ റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവുമാണെങ്കിൽ അയാളെ നമ്മൾ ഈക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കും. Equivalence relation is a relation that is reflexive, symmetric, transitive. We are done. Okay. ഇപ്പോ ഈക്വലൻസ് റിലേഷന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു റിലേഷൻ പറയുകയാണ്, റൂംമേറ്റ്സ് എന്നുള്ളതാണ് റിലേഷൻ. ഒരു ഹോസ്റ്റലിലെ റൂംമേറ്റ്സ് എന്നുള്ളതാണ് ഞാനിപ്പോ എടുക്കുന്ന റിലേഷൻ എന്ന് വിചാരിക്കുക. അപ്പോ റൂംമേറ്റ്സ് എന്ന് തന്നെ റൂംമേറ്റ്സ് ഒരു റൂമിലുള്ള ആൾക്കാർ. ഓക്കെ, അപ്പോ സേ ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ് റാം, മനു, whatever, ഗൂഗിൾ. ഇവര് 3 പേര് റൂംമേറ്റ്സ് ആണ്. ഇനി വേണമെങ്കിൽ ഒരാളെ കൂടെ എടുക്കാം. ആരാണ്? സിദ്. ഓക്കെ, 4 പേര് ഇരിക്കട്ടെ, കുഴപ്പമില്ല, 4 പേര് ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് നോക്കാം ഇയാളുടെ റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റിഫ്ലക്സീവ് ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഒരാൾ അയാളുടെ തന്നെ റൂംമേറ്റ് ആണോ? എന്ത് തോന്നുന്നു? റൂംമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ താമസിക്കണമെന്ന് മാത്രമേ ഡെഫിനിഷൻ ഉള്ളൂ കേട്ടോ. ഡെഫിനിഷൻ ഒരു റൂമിൽ താമസിക്കുക. ഒരാൾ അയാളുടെ തന്നെ റൂംമേറ്റ് ആണോ? നിങ്ങളുടെ ഉത്തരം പറയാം. ആണല്ലോ സർ. ആണ്. അപ്പോ റാം is related to Ram. Ram is roommate of Ram. Manu is roommate of Manu. Google is roommate of Google. Sid is roommate of Sid. രണ്ടല്ലേ? പ്രശ്നമില്ലല്ലോ. പ്രശ്നമില്ല. എന്ത് റിലേഷൻ ആണ് ഇത് കാണിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ കാര്യം. റാമിനോട് തന്നെ റിലേറ്റ് ചെയ്തു. എന്താണ്? റിഫ്ലക്സീവ്. റാമിനോട് തന്നെ റിലേറ്റ് ചെയ്തു, മനുവിനോട് തന്നെ റിലേറ്റ് ചെയ്തു, ഗൂഗിളിനോട് തന്നെ റിലേറ്റ് ചെയ്തു, സിദ്ധിനോട് തന്നെ റിലേറ്റ് ചെയ്തു. ഡൺ. നൗ റാമും മനുവും റൂംമേറ്റ്സ് ആണ്. മനുവും റാമും റൂംമേറ്റ്സ് എന്നല്ലോ.
തിരിച്ചും പറയാലോ, റാമും മനുവും റൂംമേറ്റ് ആണ്, മനുവും റാമും റൂംമേറ്റ് ആണ്, പ്രശ്നമില്ല. Therefore, എന്ത് റിലേഷൻ ആണ് ഇത് കാണിക്കുന്നത്? സിമെട്രിക്. സിമെട്രിക്. അപ്പൊ എല്ലാവർക്കും ഇത് നടക്കും. റാം മനു, റാം ഗോകുൽ, റാം സിദ്, മനു ഗോകുൽ, ഗോകുൽ മനു, എല്ലാം ഓക്കെയാണ്. അപ്പൊ ദിസ് ഇസ് എ സിമെട്രിക് റിലേഷൻ. ഡൺ. നൗ വി ആർ ഗോയിങ് ഫോർ ട്രാൻസിറ്റിവിറ്റി. റാമും മനുവും ഒരു റൂമിലാണ് താമസിക്കുന്നത്, മനുവും ഗോകുലും ഒരു റൂമിലാണ് താമസിക്കുന്നത്. റാമും മനുവും ഒരു റൂമിലാണ് താമസിക്കുന്നത്, മനുവും ഗോകുലും ഒരു റൂമിലാണ് താമസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റാമും ഗോകുലും ഒരു റൂമിൽ തന്നെ ആയിരിക്കത്തില്ലേ? ആയിരിക്കും. റാമും മനുവും ഒരു റൂമില്, മനുവും ഗോകുലും ഒരു റൂമില്. മനു താമസിക്കുന്ന റൂമിലായിരിക്കും റാമും ഗോകുലും താമസിക്കുന്നതെന്നാണ് അതിനർത്ഥം. അതായത് റാമും ഗോകുലും ബൈ ഡിഫോൾട്ട് ഒരു റൂമിലായിരിക്കും. And this shows the transitive relation. This shows the transitive relation. Therefore, roommates എന്ന് പറയുന്ന ഈ റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. റൂംമേറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്, ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് ഈ റിലേഷനെ പറ്റിയും ഈ ലോജിക്കിനെ പറ്റിയും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുന്നത്. ഈ റിയൽ ലൈഫ് എക്സാമ്പിളും മാത്സും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഞങ്ങൾക്ക് റിയൽ ലൈഫിൽ ആരെയും വേണ്ട, എക്സ് വൈ സെഡ് എ ബി സി ഡി ഇവരെയൊക്കെ മതി, അല്ലാതെ മനുവിനെയും ഗോകുലിനെയും സിദ്ധിനെയും ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അതാണ് കാര്യം. അപ്പൊ ഞാൻ ഈ റിയൽ ലൈഫ് പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത് ഇതാണ്. വേറെ ഈക്വലൻസ് റിലേഷൻ ആയിട്ടുണ്ട്. എന്താണ്? മാരീഡ് ടു. മാരീഡ് ടു എന്ന് പറയുന്ന റിലേഷൻ. സോ ഈസ് മാരീഡ് ടു, മാരീഡ് ടു എന്ന് പറയുന്ന റിലേഷൻ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ എന്തായാലും നോക്കാം, കുഴപ്പമില്ല. നമുക്ക് ഈ എന്താ പറയേണ്ടത്, ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിന്റെ ആവശ്യമൊന്നും നമുക്കില്ല, നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം മതിയെന്നേ ഉള്ളൂ. ശരി, അപ്പൊ ഈക്വലൻസ് റിലേഷൻ അതാണ്. റിഫ്ലക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. നമുക്ക് ഇനി നമ്മുടെ ഒരു മാത്തമാറ്റിക്കൽ എക്സാമ്പിൾ നോക്കാം. ലെറ്റ് ആർ ബി എ റിലേഷൻ, ആർ ബി എ റിലേഷൻ ഇൻ എ. R is equal to AA, BB, CC, AB, BC, AC, AC, BA, CB, BA, എത്ര പേരായി? എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്താൽ ശരിയാവത്തില്ല കേട്ടോ. A is equal to collection of ABC. A, B, B, C, C, A, B, B, A. ഇതാണ് നമ്മുടെ റിലേഷൻ. ശരി, നമുക്ക് ഇതൊന്ന് വെരിഫൈ ചെയ്യാം. ആള് റിഫ്ലക്സീവ് ആണ്, ആള് റിഫ്ലക്സീവ് ആണ്. 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 എന്തുകൊണ്ടാണ്? AA, BB, CC. AA, BB, CC എല്ലാം ഉണ്ട്. ഇനി ആള് സിമെട്രിക് ആണോ? ഋഷികേഷേ, ആള് സിമെട്രിക് ആണോ? ഋഷികേഷേ, അനക്കമില്ല. ഓക്കെ, ഋഷികേഷൻ അനക്കമില്ല. ഒരു അറ്റൻഡൻസ് പറയാൻ നമുക്ക് മാത്രമേ വരത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. whatever. ശരി, അപ്പം എന്താണ് റിലേഷൻ ആർ, എ, ബി, ബി, സി, സി. ഇയാള്
എന്താണ് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണോ? ആർക്കെങ്കിലും പറയാമോ? ആണ്. എന്തുകൊണ്ടാണ്? ഉണ്ട്. ബാക്കിയുള്ളവരോ? ബാക്കിയുള്ളവർക്കൊക്കെ ഓക്കെ ആണോ? അവർ രണ്ടുപേരും മാത്രം പോരല്ലോ. അയാളുടെ എന്താണ് സിമെട്രിക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾ ആരാണ്? തന്നെ. അതേപോലെ ബി ബിയുടെ സിമെട്രിക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി ബി തന്നെ, സി സിക്ക് സി സി തന്നെ. അതുകൊണ്ട് പ്രശ്നമില്ല, അവിടെ ഉണ്ട്. ഇനി അവസാനം ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി എങ്ങനെയാണ്? ഉണ്ടോ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി? എ ഉണ്ട്, എ ബി ഉണ്ട്, എ ബി വരണം, ഇതാ തന്നെ ആളുണ്ട്. ബി ബി ഉണ്ട്, ബിയിൽ തുടങ്ങുന്ന ആൾ ദാ ഇവിടെ കിടക്കുന്നു, ബി എ ബി എ തന്നെ ദേ കിടക്കുന്നു, കുഴപ്പമില്ല. സി സിയിൽ തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, സിയിൽ തുടങ്ങുന്ന ആരുമില്ല. എ ബി ബിയിൽ തുടങ്ങുന്ന ആള് ദേ കിടക്കുന്നു, ബിയിൽ തുടങ്ങുന്ന ആള്. എ ബി ബി എ ആ കിടക്കും. എ ബി 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 എ ബി ദേ ഇവിടെ കിടക്കും, കുഴപ്പമില്ല. പിന്നെ ബി എ ദാറ്റ് ഇസ് ബി എ അഗെയിൻ അവിടെ തന്നെ ഉണ്ട്, ഇത് തന്നെയുണ്ട്. പിന്നെ ബി എ ബി 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 ആവും, അതും ഇവിടെ തന്നെയുണ്ട്, പ്രശ്നമില്ല. ആള് ട്രാൻസിറ്റീവ് ആണ്, ട്രാൻസിറ്റീവും ആണ്. ഓക്കെ, ഡൺ. അപ്പൊ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. Therefore, this is an equivalence relation. Therefore, R is an equivalence relation. R is an equivalence relation. R is an equivalence relation. Yeah, done. ഓക്കെ, ഈക്വലൻസ് റിലേഷൻ കണ്ടു. ഇത്രയേ ഉള്ളൂ. ഈക്വലൻസ് റിലേഷന്റെ കാര്യം നമുക്ക് ഇത്രയും മാത്രം നോക്കിയാൽ മതി. ശരി, ഇനി എനിക്ക് വേറൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാന്നുണ്ടെ, നോക്കിക്കോണം. ഞാൻ ഇതിന്റെ അകത്തൊരു എലമെന്റ് എടുത്തു, എ. നമ്മുടെ എ ക്യാപിറ്റൽ എയിൽ വരുന്ന എലമെന്റ് ആണല്ലോ എ. ആ ഒരു എലമെന്റ് ഞാൻ എടുത്തു. എനിക്ക് എയുമായിട്ട് റിലേഷൻ ഉള്ള ആൾക്കാരെ വേണം. എയുമായിട്ട് റിലേഷൻ ഉള്ള ആൾക്കാരെ വേണം. എയുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ബന്ധം, ഈ റിലേഷന്റെ അകത്ത് എന്തെങ്കിലും രീതിയിൽ എയുമായിട്ട് ബന്ധമുള്ള എല്ലാവരെയും എനിക്ക് വേണം. പറഞ്ഞുതരാമോ? എയുമായിട്ട് ഇതിന്റെ അകത്ത് ആർക്കൊക്കെയാണ് റിലേഷൻ? എക്ക് എയുമായിട്ട് റിലേഷൻ ഉണ്ട്. ശരി, സന്തോഷം. ഇനി എക്ക് വേറെ ആരെങ്കിലും ആയിട്ട് റിലേഷൻ ഉണ്ടോ? എക്ക് ബിയുമായിട്ട് റിലേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ അകത്ത് ബിയെ ഉൾപ്പെടുത്തുന്നു. വേറെ റിലേഷൻ ഉണ്ടോ? ബി ഇല്ല. ഇവിടെ എക്ക് ബിയുമായിട്ട് റിലേഷൻ ഉണ്ടല്ലോ. എക്ക് ബിയുമായിട്ടുള്ള എനിക്ക് ഒരു എലമെന്റ് ആണ് വേണ്ടത്, ടപ്പിൾ അല്ല. എക്ക് ആർക്കൊക്കെ തമ്മിൽ ഒരു ബന്ധം ഉണ്ട്, എക്ക് എയുമായിട്ട് ബന്ധമുണ്ട്. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ടല്ലോ, കഴിഞ്ഞു. ഇനി എക്ക് ബിയുമായിട്ട് ബന്ധമുണ്ട്, അത് ഞാൻ എഴുതി വെച്ചു. ഇനി എക്ക് വേറെ ആരെങ്കിലും ആയിട്ട് ബന്ധമുണ്ടോ? എക്ക് സിയുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല, എക്ക് സിയുമായിട്ട് ബന്ധമില്ല. കഴിഞ്ഞു, ഡൺ. ഇനി ഇപ്പം നമ്മുടെ ക്യാപിറ്റൽ എയിലെ എലമെന്റുകളിലെ ലാക്കിംഗ് ഇനി സി ആണ് കേട്ടോ. ക്യാപിറ്റൽ എയിലെ എലമെന്റിലെ ലാക്കിംഗ് സി ആണ്. സിക്ക് ആരുമായിട്ടൊക്കെ ബന്ധമുണ്ട് ഒന്ന് നോക്കാവോ? സിക്ക് ആരുമായിട്ടൊക്കെ ബന്ധമുണ്ട്? സിക്ക് സിയുമായിട്ട് മാത്രമല്ലേ ബന്ധമുള്ളൂ ഈ റിലേഷനില്. സിക്ക് വേറെ ഒരു എലമെന്റുമായിട്ട് ബന്ധമില്ലല്ലോ, ബന്ധമില്ല. അപ്പോ സിനെ ഞാൻ ഒറ്റയ്ക്ക് മാറ്റി, അതായത് ആ റിലേഷൻ അനുസരിച്ച് തമ്മിൽ ബന്ധമുള്ള ആൾക്കാരെ ഞാൻ ഒരുമിച്ച് എഴുതിയതാണ്. അതായത് എ തന്നെ, നിങ്ങളുടെ എ തന്നെ എയിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് ഞാൻ. എയിനെ ഞാനൊന്ന് റീറൈറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഞാൻ പറയുന്ന പ്രത്യേകതകൾ ഇതിന്റെ അകത്തുണ്ടോ ഒന്ന് നോക്കുക. ഇപ്പോ നിങ്ങൾ ചെയ്ത് വച്ചേക്കുന്നത് എയിനെ പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. ക്യാപിറ്റൽ എ എന്തായിരുന്നു, അയാളെ നിങ്ങൾ പല പല കഷ്ണങ്ങളായിട്ട് മുറിച്ചു വെച്ചേക്കുകയാണ്. സച്ച് ദാറ്റ് ഒരു കഷ്ണത്തിലുള്ള എലമെന്റ് മറ്റൊരു കഷ്ണത്തിൽ ഇല്ല. ക്യാപിറ്റൽ എ എന്ന സെറ്റിനെ നിങ്ങൾ പല പല കഷ്ണങ്ങളായി മുറിച്ചു വെച്ചേക്കുകയാണ്. സച്ച് ദാറ്റ് ഇന്റർസെക്ഷൻ ഇല്ല. അതായത് ഒരു എലമെന്റിലുള്ള ആള് മറ്റേ സെറ്റിൽ ഇല്ല, ഒരു സെറ്റിലുള്ള ആള് മറ്റേ സെറ്റിൽ ഇല്ല. ശരിയാണല്ലോ? ശരിയാണ്. ഇവരുടെ എല്ലാവരുടെയും മുറിച്ചു വെച്ചേക്കുന്നവരുടെ എല്ലാവരുടെയും കൂടെ യൂണിയൻ എടുത്താൽ നിങ്ങൾക്ക് എ കിട്ടും.
മുറിച്ചു വെച്ചേക്കുന്നവരുടെ എല്ലാവരുടെയും കൂടെ യൂണിയൻ എടുത്താൽ നിങ്ങൾക്ക് എ കിട്ടും. കിട്ടുമല്ലോ? കിട്ടും. ഓക്കെ, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മള് ഇക്വലൻസ് റിലേഷൻ ആണെന്ന് വെരിഫൈ ചെയ്തു. ഇക്വലൻസ് റിലേഷനില് ഞാൻ എന്ത് ചെയ്തു? അവസാനം ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കണ്ടതിന് ശേഷം ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തു. എന്താണ്? ഇവിടെ ഒരു എലമെന്റ് ആർബിട്രറി ഒരു എലമെന്റ് ചുമ്മാ ചൂസ് ചെയ്തു. എന്നിട്ട് അയാളുമായിട്ട് ബന്ധമുള്ള എല്ലാ എലമെന്റുകളെയും ഞാൻ എഴുതി വെച്ചു. ഇനി അടുത്ത ഇതിൽ വരാത്ത ഒരു എലമെന്റ് ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അയാളെ ചൂസ് ചെയ്തു. എന്നിട്ട് അയാൾക്ക് ബന്ധമുള്ള ആൾക്കാരെല്ലാം ചൂസ് ചെയ്യാൻ നോക്കി. അറ്റ് എ പോയിന്റ് ഈ ക്യാപിറ്റൽ എയിലുള്ള എല്ലാ എലമെന്റും ആയി കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തിയിട്ട് ഞാൻ ചിന്തിക്കുകയാണ് എന്താണ് അവസ്ഥ എന്നൊന്ന് നോക്കുക. നമ്മുടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിനെ പല പല കഷ്ണങ്ങളായി മുറിച്ചു വെച്ചേക്കുകയാണ്. ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിനെ പല പല കഷ്ണങ്ങളായിട്ട് മുറിച്ചു വെച്ചേക്കുകയാണ്. സച്ച് ദാറ്റ് ഓവർലാപ്പിംഗ് ഇല്ല, അതായത് ഇന്റർസെക്ഷനിൽ കോമൺ എലമെന്റ് വരുന്നില്ല. മാത്രമല്ല യൂണിയൻ എടുക്കുമ്പോൾ മൊത്തം എ കിട്ടുന്നുണ്ട്. And this kind of splitting is called partition. This kind of a splitting is called partition. So an equivalence relation in a set A is resulting in a partition of the set A. Equivalence relation in the set A is resulting in a partition of set A. നമുക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് അതൊന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഉണ്ടല്ലോ, റൂംമേറ്റ്സ് എന്ന് പറയുന്ന എക്സാമ്പിൾ. ശരി, അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ എത്രയാണ്? കുറച്ച് കുട്ടികൾ, ഒരു 50 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. 50 കുട്ടികൾ എല്ലാവരും കൂടെ ഹോസ്റ്റലിൽ പോകുകയാണ്. ഹോസ്റ്റലിൽ എല്ലാവർക്കും പ്രത്യേകം റൂമല്ല, നിങ്ങൾക്കറിയാം റൂംമേറ്റ്സ് ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോ ഞാനിപ്പോ ഒരു ഞാൻ എന്ത് ചെയ്യാണ്? ഒരു 12 കുട്ടികൾ എടുക്കുകയാണ് കേട്ടോ. 12 കുട്ടികൾ എടുക്കുകയാണ്. 3 പേർക്ക് ഒരു റൂം. 12 കുട്ടികൾ എടുക്കുകയാണ്, ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. 3 പേർക്ക് ഒരു റൂം എന്നാണ് എടുക്കുന്നത്. അപ്പൊ 12 കുട്ടികൾ 1, 2, നിങ്ങളുടെ റോൾ നമ്പർ അനുസരിച്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 1, 2, 3, 4 എക്സെട്ര അപ് ടു 12. 1, 2, 3, 4 എക്സെട്ര അപ് ടു 12. 1, 4, 7 ഇവരെല്ലാം ഒരു റൂമില്. 1, 4, 7 എല്ലാവരും ഒരു റൂമില്. 2, 5, 8 ഇവരെല്ലാവരും കൂടെ ഒരു റൂമില്. 3, 6, 9 ഇവരെല്ലാവരും ഒരു റൂമില്. 3, 6, 9 എല്ലാവരും ഒരു റൂമില്. അടുത്ത 3 എല്ലാവരും ആയോ? 12 വരെ ഉണ്ടല്ലോ. ഫൈനലി 10, 11, 12 ഇവരെല്ലാവരും കൂടെ ഒരു റൂമില്. ഇതാണ് ഞാൻ ചെയ്തത്. ഇതാണ് ഞാൻ റൂം അറേഞ്ച് ചെയ്ത് കൊടുത്തത്. 1, 4, 7, 2, 5, 8, 3, 6, 9, 10, 11, 12 ഓരോ റൂമിലായിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹോസ്റ്റലാണ് നമ്മുടെ ഇതാണ് നമ്മുടെ എ, ക്യാപിറ്റൽ എ. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റ്. ഇയാളാണ്. കഴിഞ്ഞു, കണ്ടല്ല? ശരി, അപ്പൊ റിലേഷൻ എങ്ങനെ പറയാം? റിലേഷൻ എന്ന് പറയുന്നത് റൂംമേറ്റ്സ് ആണ്. ആർ എന്ന് പറയുന്നത് റൂംമേറ്റ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ റിലേഷൻ. കണ്ടല്ല? അപ്പോ എങ്ങനെ റിലേറ്റ് ചെയ്യാം? 1, 4, 7 ഒരു റൂമിലാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ആർ ഞാൻ എഴുതുകയാണ്. 1 തന്നെ റൂംമേറ്റ് ആണ്. 1 4ന്റെയും റൂംമേറ്റ് ആണ്. 4 7ന്റെ റൂംമേറ്റ് ആണ്. 4 7ന്റെ റൂംമേറ്റ് ആണ്. കഴിഞ്ഞല്ലോ? കഴിഞ്ഞു. ഇനി അടുത്ത ഇയാളെയൊക്കെ തിരിച്ചു എഴുതാമല്ലോ. 1 4ന്റെ റൂംമേറ്റ് ആണെങ്കിൽ 4 1ന്റെ റൂംമേറ്റ് ആയിരിക്കും. 4 7ന്റെ റൂംമേറ്റ് ആണെങ്കിൽ 7 4ന്റെ റൂംമേറ്റ് ആയിരിക്കും. 7 4ന്റെയും റൂംമേറ്റ് ആയിരിക്കും. 4ഉം 7ഉം റൂംമേറ്റ് ആണെന്ന് ഞാൻ എഴുതിയല്ലോ. 4 7 റൂംമേറ്റ് ആണ്, അത് എഴുതിയിട്ടുണ്ട്. 4ഉം 4ഉം റൂംമേറ്റ്സ് ആയിരിക്കും. 7ഉം 7ഉം റൂംമേറ്റ്സ് ആയിരിക്കും.
7ഉം 7ഉം റൂംമേറ്റ്സ് ആയിരിക്കും. ആൻഡ് 1ഉം 7ഉം റൂംമേറ്റ്സ് ആയിരിക്കും. 1 7 എന്ന് പറയുന്നത് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് 1 7 റൂംമേറ്റ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 7 1 റൂംമേറ്റ്സ് ആയിരിക്കും. 7ഉം 1ഉം റൂംമേറ്റ്സ് ആയിരിക്കും. എഴുതി. ഇത്രയേ ഉള്ളൂ. കണ്ടല്ലോ, 1ഉം 1ഉം റൂംമേറ്റ് ആണ്, 4ഉം 4ഉം റൂംമേറ്റ് ആണ്, 7ഉം 7ഉം റൂംമേറ്റ് ആണ്. ഇയാള് റിഫ്ലക്സീവ് റിലേഷൻ ചെയ്തു കഴിഞ്ഞു. ഇനി 1 4 ഉണ്ട്, 4 1 ഉണ്ട്, സിമ്മട്രിക്കിന്റെ ആളായി. 4 7 ഉണ്ട്, 7 4 ഉണ്ട്, സിമ്മട്രിക് അഗൈൻ. 1 7 ഉണ്ട്, 7 1 ഉണ്ട്, സിമ്മട്രിക് അഗൈൻ. സിമ്മട്രിക് പ്രോപ്പർട്ടിയും ഡൺ. ഓക്കെ, ഇത് കഴിഞ്ഞില്ല, ഇനി നമ്മൾ എഴുതാനുണ്ട്. ഇത് മാത്രമല്ല റൂം. ഇനി ആളുണ്ട്, ഇത് അടുത്ത റൂമാണ്. അടുത്ത റൂമിനെ പറ്റി എഴുതാം. 2ഉം 2ഉം റൂംമേറ്റ്സ് ആണ്. 5ഉം 5ഉം റൂംമേറ്റ്സ് ആണ്. റൂമിൽ കഴിയുന്നവരാണേ. 8ഉം 8ഉം റൂംമേറ്റ്സ് ആണ്. 8ഉം 8ഉം റൂംമേറ്റ്സ്. കണ്ടല്ലോ. ഇനി അടുത്ത 2ഉം 5ഉം റൂംമേറ്റ് ആണ്. 2ഉം 8ഉം റൂംമേറ്റ്സ് ആണ്. 5ഉം 8ഉം റൂംമേറ്റ്സ് ആണ്. ഇനി ഇവരുടെയൊക്കെ സിമ്മട്രിക് ആയിട്ടുള്ളത് 2ഉം 5ഉം റൂംമേറ്റ് ആണെങ്കിൽ 5ഉം 2ഉം റൂംമേറ്റ് ആയിരിക്കും. 2ഉം 8ഉം റൂംമേറ്റ് ആണെങ്കിൽ 8ഉം 2ഉം റൂംമേറ്റ് ആയിരിക്കും. 5ഉം 8ഉം റൂംമേറ്റ് ആണെങ്കിൽ 8ഉം 5ഉം റൂംമേറ്റ് ആയിരിക്കും. കഴിഞ്ഞു. ഞാൻ ഈ 2 റൂമിനെ പറ്റി നോക്കുന്നില്ല കേട്ടോ. ഇവരെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇവരെ രണ്ടുപേരെ നോക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യണേ. ജസ്റ്റ് ഇയാളൊന്ന് അവോയ്ഡ് ചെയ്യാണ്. കാരണം കുറച്ചുകൂടെ വലുതാവും. വീണ്ടും 9 പേര് വെച്ച് വന്നിട്ടേ വലിയൊരു സെറ്റ് ആവും. എനിക്ക് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഞാനൊന്ന് ലിമിറ്റ് ചെയ്യാം. 12 പേരൊന്നും വേണ്ട. 1 2 ഞാനൊന്ന് ലിമിറ്റ് ചെയ്യാം. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് വലിയ സെറ്റ് എഴുതി കഴിഞ്ഞാൽ വലിയ ആൻസർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനത് ലിമിറ്റ് ചെയ്യുന്നത്. 1 2 4 5 7 8 ഇത്രയും പേര്, 6 പേരെ മാത്രമേ എടുത്തുള്ളൂ. റോൾ നമ്പർ 1 2 4 5 7 8 ഇത്ര ആൾക്കാർ. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ റിലേഷൻ. കണ്ടല്ലോ, റൂംമേറ്റ്സ് എന്ന റിലേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചത്. ഇത് റിഫ്ലക്സീവ് ആണോ എന്നും സിമ്മട്രിക് ആണോ എന്നും ട്രാൻസിറ്റീവ് ആണോ എന്നും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. ഇത് റിഫ്ലക്സീവ്, സിമ്മട്രിക് ആണ്. റിഫ്ലക്സീവ് ആണെന്നുള്ളത് വളരെ എവിഡന്റ് ആയിട്ട് അറിയാം. 1 1 4 4 7 7 2 2 5 5 8 8 ഇറ്റ് ഈസ് റിഫ്ലക്സീവ്. സിമ്മട്രിക് ആണോ നോക്കാം. 1 4 4 1 ഉണ്ട്, 4 7 7 4 ഉണ്ട്, 1 7 7 1 ഉണ്ട്, 2 5 5 2 ഉണ്ട്, 2 8 8 2 ഉണ്ട്, 5 8 8 5 ഉണ്ട്. അപ്പൊ സിമ്മട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആണ്, ഇച്ചിരി സമയം എടുക്കുന്നത്. ഇയാൾ ട്രാൻസിറ്റീവുമാണ്. അപ്പൊ ദിസ് ഇസ് ആൻ ഈക്വലൻസ് റിലേഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഈക്വലൻസ് റിലേഷൻ. എനിക്കിനി ആ സ്പ്ലിറ്റ് ആണ് വേണ്ടത്. ഇക്വലൻസ് റിലേഷൻ ഒക്കെ അവിടെ നിൽക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. എനിക്കിനി സ്പ്ലിറ്റ് വേണം. അതായത് ഞാൻ ഇതിന്റെ അകത്ത് ആർബിട്രറി ആയിട്ട് ഒരു എലമെന്റ് എടുത്തു 1. എനിക്ക് 1ഉമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ആൾക്കാരെയും വേണം. പറഞ്ഞുതരാമോ? 1ഉമായിട്ട് റിലേഷൻ ഉള്ള എല്ലാവരെയും. റൂംമേറ്റ്സ് എന്ന 1ഉമായിട്ട് 1ന് റിലേഷൻ ഉണ്ട്. ശരി, ഞാനത് വീണ്ടും എഴുതുന്നില്ല, അവിടെ ഇരിക്കട്ടെ. 1ന് വേറെ ആരുമായിട്ട് റിലേഷൻ ഉണ്ട്? 4. വേറെ ആരുമായിട്ട്? 7 7 1 കണ്ടല്ലോ, 7ഉമായിട്ട് റിലേഷൻ. വേറെ ആരുമായിട്ടെങ്കിലും റിലേഷൻ ഉണ്ടോ 1ന്? ഇവിടെ എന്തായാലും 1 ഒന്നുമില്ല. അതുകൊണ്ട് 1ന് ഇവിടെ ഒന്നും റിലേഷൻ വരാൻ സാധ്യതയില്ല. ഇവിടെ നിന്ന് കൃത്യമായിട്ട് 1 4 7 കിട്ടി. 1ഉമായിട്ട് റിലേഷൻ ഉള്ള എല്ലാവരുടെ എണ്ണവും കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. അത് ഞാൻ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത് ഇതിൽ പെടാത്ത ആള് 1 4 7. ഇതിൽ പെടാത്ത ആള് 2 ഉണ്ടല്ലോ. 2 ഞാൻ 2 എടുക്കുകയാണേ. 2 എടുത്തു. ഈ കൂട്ടത്തിൽ പെടാത്ത ആളാണ്. 2 എടുത്തു. ഇനി 2ഉമായിട്ട് റിലേഷൻ ഉള്ള ആൾക്കാരെ വേണം. ആരൊക്കെയുണ്ട്? 2 ഉണ്ട്, 5 8 2 8 ഉണ്ട്, 8 5 8 കഴിഞ്ഞു. ഇത്രയും പേരേ ഉള്ളൂ. 2ഉമായിട്ട് റിലേഷൻ ഉള്ള ആരും വേൾഡില്ല. കഴിഞ്ഞു. നോക്കുക, ക്യാപിറ്റൽ എയിലുള്ള എല്ലാ എലമെന്റും അല്ലേ ഇരിക്കുന്നത്. 2 4 7 2 5 8.
1 2 4 5 7 8 6 പേര്. ആ 6 പേര് ദാ എഴുതി വെച്ചിട്ടുണ്ട്. 6 പേര് ദാ എഴുതി വെച്ചിട്ടുണ്ട്. യൂണിയൻ എടുത്താൽ ഇവരുടെ രണ്ടുപേരുടെ യൂണിയൻ എടുത്താൽ എ മൊത്തത്തിൽ കിട്ടും. ഓക്കെയാണ്. എ മൊത്തത്തിൽ കിട്ടും. ഓക്കെയാണ്. ഇനി അടുത്ത് എ മൊത്തത്തിൽ കിട്ടും. അത് ഓക്കെയാണ്. ഇനി അടുത്ത് ഓവർലാപ്പിംഗ് ഉണ്ടോ എന്ന് നോക്കാം. ഓവർലാപ്പിംഗ് ഇല്ല. അതായത് കോമൺ പോയിന്റ്സ് ഇല്ല. കോമൺ പോയിന്റ്സ് ഇല്ല. അപ്പൊ ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇക്വലൻസ് റിലേഷൻ കാരണം ഉണ്ടാകുന്ന ആ ഒരു കാര്യം അവിടെ സംഭവിച്ചിരുന്നു. ഇക്വലൻസ് റിലേഷൻ കാരണം ഉണ്ടാകുന്ന ആ ഒരു കാര്യം. That is equivalence relation results in a partition. Equivalence relation results in a partition. Equivalence relation results in a partition. ഇക്വലൻസ് റിലേഷൻ കാരണം സെറ്റ് പാർട്ടീഷൻ ചെയ്യപ്പെടും. പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ അയാളെ വ്യക്തമായി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. സച്ച് ദാറ്റ് കോമൺ പോയിന്റ്സ് കാണത്തില്ല. യൂണിയൻ എടുത്താൽ ഹോൾ സെറ്റ് കിട്ടുകയും ചെയ്യും. കോമൺ പോയിന്റ്സ് കാണത്തില്ല. യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ഹോൾ സെറ്റ് കിട്ടുകയും ചെയ്യും. അങ്ങനെ ആ സെറ്റിനെ പല പല കഷ്ണങ്ങളായി മുറിക്കും. അതാണ്. പറഞ്ഞു. ആദ്യത്തെ DS ലെഫ്റ്റ് ആയി പോയി എന്ന് പറഞ്ഞു. ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ചോദിച്ചു. DS കേറിയില്ലല്ലോ. അതിന് കേറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കേറാൻ പറ്റാത്ത ഞാൻ അക്സെപ്റ്റ് ചെയ്യാത്തോണ്ടാണ്. ശരി. അപ്പോ നമ്മള് ഇക്വലൻസ് റിലേഷൻ നമ്മുടെ സെറ്റിനെ പാർട്ടീഷൻ ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇക്വലൻസ് റിലേഷൻ സെറ്റിനെ പാർട്ടീഷൻ ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ് ഞാനിപ്പോ പഠിപ്പിച്ചത്. കണ്ടല്ലോ. ശരി. അപ്പോ ഞാന് നമ്മുടെ ആ ഒരു തിയറം പോലെ പഠിക്കാം. തിയറം ഇങ്ങനെയാണ്. കോൺഗ്രുവൻസ് മോഡുലോ M is an equivalence relation. Congruence modulo M is an equivalence relation. Congruence modulo M എന്ന് പറയുന്നത് ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. കോൺഗ്രുവൻസ് എന്ന് പറയുന്ന റിലേഷൻ ഇക്വലൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് തിയറം. കോൺഗ്രുവൻസ് മോഡുലോ M is an equivalence relation. എന്താണ് കോൺഗ്രുവൻസ് എന്ന് ഇനി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. ഇയാളൊരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. പ്രൂഫിലേക്ക് പോവുകയാണ്. അപ്പോ കോൺഗ്രുവൻസ് മോഡുലോ M ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ എന്തൊക്കെ പ്രൂവ് ചെയ്യണം? കോൺഗ്രുവൻസ് മോഡുലോ M ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ എന്തൊക്കെ പ്രൂവ് ചെയ്യണം? റിഫ്ലക്സീവ് സിമ്മട്രിക് ട്രാൻസിറ്റീവ്. അതായത് കോൺഗ്രുവൻസ് മോഡുലോ M എന്ന് പറയുന്നത് ഒരു റിഫ്ലക്സീവ് റിലേഷൻ ആണെന്നും സിമ്മട്രിക് റിലേഷൻ ആണെന്നും ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്നും എനിക്ക് പ്രൂവ് ചെയ്യണം. അതാണ് എന്റെ ആവശ്യം. ഓക്കെ. ലെറ്റ് A, B, C be integers. എയും ബിയും സിയും ഏതെങ്കിലുമൊക്കെ ഇന്റിജർ ആണെന്ന് വിചാരിക്കുക. ഞാൻ ചോദിക്കുകയാണ്, A കോൺഗ്രുവന്റ് ടു A മോഡ് M ആണോ?
എ കോൺഗ്രുവന്റ് ടു എ മോഡ് എം ആണോ? ഒരു നമ്പർ അതിനോട് തന്നെ അല്ലെങ്കിൽ ഒരു ഇന്റിജർ അതിനോട് തന്നെ കോൺഗ്രുവന്റ് ആണോ? ആണ്. ആണല്ലോ, ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് കോൺഗ്രുവന്റ് ആകുന്നത്, തമ്മിൽ കോൺഗ്രുവന്റ് ആകുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് എ കോൺഗ്രുവന്റ് ടു എ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മൈനസ് എ ചെയ്യുമ്പോ അവിടെ 0 വരുമല്ലോ. എം ഡിവൈഡ്സ് എ മൈനസ് എ, ദാറ്റ് ഇസ് എം ഡിവൈഡ്സ് 0. അതുകൊണ്ടാണ് ഇത് എഴുതാൻ പറ്റുന്നത്. എ കോൺഗ്രുവന്റ് ടു എ മോഡ് എം, എ കോൺഗ്രുവന്റ് ടു എ മോഡ് എം. എയോട് തന്നെ കോൺഗ്രുവൻസ് റിലേഷൻ ഉണ്ട്, എക്ക് എയോട് തന്നെ കോൺഗ്രുവൻസ് റിലേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് എ is related to A itself. A is related to A itself. അല്ലെങ്കിൽ നിങ്ങൾ എഴുതിക്കോ A related to A. ഇങ്ങനെ എഴുതിയാൽ മതി, കുഴപ്പമില്ല. A related to A, പ്രശ്നമില്ല. ശരി, ഇനി അടുത്തത് let A congruent to B mod M. A congruent to B mod M എന്നെടുത്തു. Okay, that is A related to B. A B യുമായിട്ട് റിലേഷൻ ഉണ്ടെന്നാണ് അതിന്റെ മീനിങ്. എ കോൺഗ്രുവൻസ് ആണ് നമ്മുടെ റിലേഷൻ. എ കോൺഗ്രുവന്റ് ടു ബി എന്ന് പറഞ്ഞാൽ എയും ബിയുമായിട്ട് കോൺഗ്രുവൻസ് റിലേഷൻ ഉണ്ടെന്നാണ് മീനിങ്. അതാണ് ഞാൻ സൈഡിൽ എ റിലേറ്റഡ് ടു ബി എന്ന് എഴുതി വെച്ചത്. കണ്ടല്ലോ, കോൺഗ്രുവൻസ് അനുസരിച്ച് ഇയാളുടെ മീനിങ് എന്താണ്? എം ഡിവൈഡ്സ് എ മൈനസ് ബി. എം ഡിവൈഡ്സ് എ മൈനസ് ബി. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ കാര്യം. എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എം എന്ന് പറഞ്ഞാൽ എം ഡിവൈഡ്സ് എ മൈനസ് ബി ആണ്. കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ കാര്യമായി പഠിച്ച കാര്യമാണ് എം ഡിവൈഡ്സ് എ മൈനസ് ബി. അതായത് എം എ മൈനസ് ബിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു നമ്പർ മറ്റൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്പറിന്റെ നെഗറ്റീവിനെയും ഡിവൈഡ് ചെയ്യത്തില്ല. ഇപ്പൊ 5 ഡിവൈഡ്സ് 15, അങ്ങനെയാണെങ്കിൽ 5 ഡിവൈഡ്സ് മൈനസ് 15 ആണ്. അത് നടക്കും. അപ്പോ എം ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എം ഡിവൈഡ്സ് മൈനസ് ഓഫ് എ മൈനസ് ബി. എം ഡിവൈഡ്സ് മൈനസ് ഓഫ് എ മൈനസ് ബി. ശരിയാണ്. എം മൈനസ് ഓഫ് എ മൈനസ് ബിനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് നമുക്ക് അകത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പോ എം ഡിവൈഡ്സ് മൈനസ് അകത്തേക്ക് എടുക്കുമ്പോ മൈനസ് എ മൈനസും മൈനസും കൂടെ പ്ലസ് ബി, മൈനസും കൂടെ പ്ലസ് ബി. ദാറ്റ് ഇസ് എം ഡിവൈഡ്സ് ബി മൈനസ് എ. എം ഡിവൈഡ്സ് ബി മൈനസ് എ. നിങ്ങൾ നോക്കുക, എം ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ കോൺഗ്രുവന്റ് ടു ബി ആവും. എം ഡിവൈഡ്സ് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താവും? ബി കോൺഗ്രുവന്റ് ടു ബി കോൺഗ്രുവന്റ് ടു ബി എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞത്. ബി കോൺഗ്രുവന്റ് ടു എ മോഡ് എം എന്നാവും. എം ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എം എന്നാണ് മീനിങ്. എം ഡിവൈഡ്സ് എ മൈനസ് ബി. പക്ഷെ എം ഡിവൈഡ്സ് ബി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി കോൺഗ്രുവന്റ് ടു, ആദ്യത്തെ ആള് കോൺഗ്രുവന്റ് ടു മൈനസ് ആളുടെ കൂടെയാണ് വന്നത്, അയാൾ മോഡ് എം. ദാറ്റ് ഇസ് ബി റിലേറ്റഡ് ടു എ. ദാറ്റ് ഇസ് ബി റിലേറ്റഡ് ടു എ. കണ്ടല്ലോ, എ റിലേറ്റഡ് ടു ബി എന്ന് എടുത്തു, ബി റിലേറ്റഡ് ടു എ എന്ന് പ്രൂവ് ചെയ്തു. Therefore, congruences symmetric. Congruences symmetric. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് എന്നും കൂടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ട്രാൻസിറ്റീവ് എന്നും കൂടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇന്ന് എന്തായാലും സമയമില്ലാത്തതുകൊണ്ട് ഞാനത് അവിടെ വെച്ച് നിർത്തുകയാണ്. ഓക്കെ.